ഹലോ. നമ്മൾ കുറച്ച് ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാൻ പോണത് എക്സാമിന്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഫസ്റ്റ് പറയാം, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2 plus 3x plus 3x divided by 4 minus 5x. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എക്സിന്റെ വാല്യൂ സീറോയിലോട്ട് പോകുമ്പോൾ ഈ ഇതിന്റെ വാല്യൂ എന്താ, ഏത് വാല്യൂയിലോട്ടാണ് അപ്രോച്ച് ചെയ്യണമെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സ് നമുക്ക് 2x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എക്സ് 2ലോട്ട് പോകുമ്പോൾ 2x എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ 2x 4ലോട്ടായിരിക്കും പോകുന്നത്. അതപ്പോൾ അതാണ് ഐഡിയ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, എക്സ് 0ലോട്ട് പോകുമ്പോൾ 1/xന് എന്ത് സംഭവിക്കും, അത് നമ്മൾ എഴുതണത് ഇങ്ങനെ ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1/xന് എന്ത് സംഭവിക്കും എന്നാണ്. എന്ന് വെച്ചാൽ 1/xന്റെ വാല്യൂ ഏത് വാല്യൂയിലോട്ടാണ് നിയർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എക്സ് 0ലോട്ട് നിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ചെറുതായി ചെറുതായി വരുന്നതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ 0യുടെ അടുത്തുള്ള വാല്യൂ എടുത്താൽ 0.1 ഒരു 0.0യുടെ അടുത്തുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മൾ 1/0.1 കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് 10 ആണ്. അതുപോലെ കുറച്ചും കൂടി 0ലോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ 0.01 എടുക്കാം. അപ്പോൾ 1/x എന്ന് പറഞ്ഞാൽ 1/0.01, അത് 100 ആണ്. അതുപോലെ നമുക്ക് 0.001 എന്ന് പറഞ്ഞാൽ എക്സ് പിന്നെ കുറച്ചും കൂടി 0ന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ 1/0.001 എന്ന് പറഞ്ഞാൽ 1000. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ എക്സ് 0ലോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ 1/x എന്ന് പറഞ്ഞ ഈ സാധനം വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പൊ അടുത്ത 10,000 വരും, 1,00,000 വരും, 1 crore വരും. അപ്പൊ ഇത് വലുതായി വലുതായി കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എക്സ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് 0ലോട്ട് പോകുമ്പോൾ 1/x ഇൻഫിനിറ്റിയിലോട്ടാണ് പോകണം. ഇത് വലിയ വാല്യൂയിലോട്ടാണ് പോണത്. അപ്പൊ അതാണ് ഈ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് 0. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണല്ലോ. അപ്പോൾ എക്സ് 0ലേക്ക് പോകുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിന് ഇതിന്റെ അകത്ത് എക്സിന് 0 കൊടുക്കണം, എന്നിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ വാല്യൂ കിട്ടുമെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2 plus 3x by 4 minus 5x നമ്മൾ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 2 plus 3 into 0 divided by 4 minus 5 into 0. 3 into 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 2 plus 0 divided by 4 minus 5 into 0 ആണ് 0 ആണ്. നമുക്ക് 2/4 അല്ലെങ്കിൽ 1/2 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനൊരു നമ്പർ, ഒരു പ്രോപ്പർ ആൻസർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ അതാണ്. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റ് വാല്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വാല്യൂ കിട്ടണ്ടെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ
വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറയണത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സി എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് ബി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ എക്സിന് 0 കൊടുക്കും. അപ്പോൾ സി ഇൻറ്റു 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 0 പ്ലസ് ബി. അപ്പം എന്ത് വരും? അപ്പം നമുക്ക് സി ഇൻറ്റു 0 0 ആണ്. അപ്പോൾ 0 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 0 0 ആണ്. 0 പ്ലസ് ബി. അപ്പോൾ ആൻസർ ഡി ബൈ ബി. അപ്പം നമുക്ക് ഒരു പ്രോപ്പർ ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്കിപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇത് ചെയ്യാനായിട്ട്. ഇനി ലിമിറ്റ്സിൽ ഇപ്പം ഇങ്ങനെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടൈപ്പ്. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില ഫോർമുല കാണാതെ പഠിക്കണം. അപ്പോൾ അതിൽ ഒരു ഫോർമുല ഇതാണ്: ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. അതെന്താ? അത് 1 ആണ്. അത് നമ്മൾ പഠിക്കണം. ഇത് കാണാതെ പഠിക്കണം. ഈ ലിമിറ്റ്, ഈ റിസൾട്ട് കാണാതെ പഠിക്കണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ തീറ്റക്ക് 0 ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് കോസ് 0 എന്ന് കിട്ടും. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യണ ആ ടൈപ്പാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമ്മളിപ്പോൾ തീറ്റ 0 ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോണത് സൈൻ 0 ബൈ സൈൻ 0 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 0 ബൈ 0 എന്നുള്ള ഫോം കിട്ടും. ഇത് ഇൻഡിറ്റർമിനറ്റ് ആണ്. ഇത് ഇങ്ങനെ ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിപ്പോൾ വേറെ രീതിയിൽ ഇത് കണ്ടുപിടിച്ച് ഇത് റിസൾട്ടായിട്ട് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ്. ഓക്കെ, ഇവാലുവേറ്റ് ഇത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 2 തീറ്റ. അപ്പോൾ നമുക്കറിയുന്ന റിസൾട്ട് ഇതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണെന്ന് അറിയാം. പക്ഷെ നമുക്കിവിടെ ഇതിൻ്റെ അർത്ഥം പിന്നെ ഇത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ ഏതെങ്കിലും ഒരു ആംഗിൾ ഡിവൈഡഡ് ബൈ ആ ആംഗിൾ തന്നെയാണെങ്കിലും നമുക്ക് 1 എന്ന റിസൾട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഒരു ആംഗിൾ ഡിവൈഡഡ് ബൈ ആ സെയിം ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ മേളിലുണ്ട്. പക്ഷെ നമുക്ക് താഴത്ത് 5 തീറ്റ ഇല്ല. പകരം നമുക്ക് 2 തീറ്റയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ 5 തീറ്റ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അറിയണ റിസൾട്ട് പോലെ ആവും. അതുവേണ്ടിയാണ്. പക്ഷെ നമുക്ക് അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ഡിവൈഡഡ് ബൈ ആ ഇല്ലാത്ത 5 തീറ്റ നമ്മളിവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഓൾറെഡി 2 തീറ്റ ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇല്ലാത്തത് 5 ആണ്. അപ്പോൾ 5 ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ടത്. അപ്പോൾ ആ 5 താഴത്ത്
നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത 5 നമ്മൾ മേളിലും ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മാറിപ്പോകുമല്ലോ. അടിയിൽ 5 ആക്ച്വലി ഉണ്ടായിരുന്നില്ല, അപ്പൊ നമ്മൾ അടിയിൽ 5 ഇടുമ്പോൾ മേലിലും ആ 5 ഇട്ടാൽ അത് 1 ആയി പോയിക്കോളും. അപ്പൊ ഈ 5ഉം വെട്ടിപ്പോവും. 2 നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, ആ 2 നമ്മൾ ഇടും. ഓക്കെ, അപ്പൊ ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 5 theta by 5 theta into 5/2 കിട്ടും. ഇത് ഈ 5/2 തീറ്റ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ 5/2 ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ തീറ്റ എന്ത് തന്നെ ആയാലും 5/2 എപ്പോഴും 5/2 തന്നെയാണ്. അതുകൊണ്ട് ഈ ലിമിറ്റ് എന്നുള്ള സംഗതി ഈ 5/2ക്ക് ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ 5/2 പുറത്തേക്ക് എടുത്തേക്കാം. 5/2 ലിമിറ്റിന്റെ പുറത്ത് വരും. എന്നിട്ട് 5/2 into limit theta tends to 0 sin 5 theta by 5 theta. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 5 theta by theta 1 ആണെന്ന് നമുക്ക് അറിയാം. ആ റിസൾട്ട് നമുക്ക് ഇതിൽ അതായതാണ്. അപ്പൊ ഇത് എന്താവും 5/2 into 1 എന്നാണ്. 5/2 into 1, അതിന്റെ ആൻസർ 5/2. അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനത്തെ സൈൻ തീറ്റ ബൈ തീറ്റ വരണ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ക്വസ്റ്റ്യൻ, ഓക്കെ, വേറൊരു റിസൾട്ട് ഇതുപോലെ സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള പോലെ വേറൊരു റിസൾട്ടാണ്. വേറൊരു റിസൾട്ട് നമുക്കുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n by x minus a ആണെങ്കിൽ നമുക്കതിന് n a raised to n minus 1 എന്ന് എഴുതും. അതാണ് നമുക്ക് ഉള്ള വേറൊരു റിസൾട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റ് സൈൻ തീറ്റയുടെ റിസൾട്ട് കാണാതെ പഠിച്ച പോലെ ഈ റിസൾട്ട് കാണാതെ പഠിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കണം, അത് ഈ ടൈപ്പ് ആണെന്ന് നോക്കണം. സൈൻ തീറ്റയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏകദേശം ഈ ടൈപ്പാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലത് പറയണത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ റിസൾട്ടിലുള്ള എക്ക് പകരം നമുക്കിവിടെ 2 ആണുള്ളത്. എന്നിട്ട് എക്സ് റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എന്നിന് പകരം 5 ആണ്, മൈനസ്. അപ്പോൾ ഇവിടെ എ റേസ് ടു എൻ ആണല്ലോ. അപ്പോൾ ഇവിടെ എ എന്താണ്? 2 ആണ്. 2 റേസ് ടു എൻ. ഓക്കെ, ഇവിടെ എഴുതിയാൽ എ 2ഉം എൻ 5 ആണ്. അപ്പോൾ എ റേസ് ടു എൻ അല്ലേ, എ റേസ് ടു എന്ന് പറഞ്ഞപ്പോൾ 2 റേസ് ടു 5. അപ്പോൾ ഈ 32 എന്ന് പറയുന്നത് 2 റേസ് ടു 5 ആണെന്ന് നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും 32 തന്നെയാണ്. 2 into 2 into 2 into 2 into 2 എന്നാണ് 2 റേസ് ടു 5 എന്ന് പറഞ്ഞത്. അതായത് 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are 32. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം നമുക്ക് താഴത്ത് വേണ്ടത് എക്സ് മൈനസ് എ ആണ്, പക്ഷേ എക്സ് മൈനസ് 2 താഴത്ത് ഇല്ല. അപ്പോൾ നമ്മൾ ആ എക്സ് മൈനസ് 2 നമ്മളിവിടെ ഇട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. മേളിലും നമ്മൾ ആ എക്സ് മൈനസ് 2 മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇതിൻ്റെ തൽക്കാലം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ അവസാനം അത് വെട്ടിപ്പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യണ്ട, നോക്കിക്കോ. ഇനി താഴത്ത് നോക്കിക്കോട്ടാ. താഴത്ത് നമുക്ക്
പേന. അപ്പോൾ താഴത്ത് ഞാനിപ്പോൾ എക്സ് റേസ് ടു 5 മൈനസ് 32 എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് എഴുതി. ഇനി ഈ താഴത്തെ എക്സ് ക്യൂബ് മൈനസ് 8 അത് നമുക്ക് ഇതുപോലെ തന്നെ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ n 3 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ഇപ്പോഴും 2 തന്നെയാണ്, കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണ് രണ്ടിനും. അപ്പോൾ അതുകൊണ്ട് എ മാറുന്നില്ല, പക്ഷെ n ഇവിടെ താഴത്ത് 3 ക്യൂബാണ്. മൈനസ് അപ്പോൾ ഈ 8ന് എ റേസ് ടു n എന്ന് എഴുതാൻ പറ്റുമോ നോക്കിയത്. എ റേസ് ടു എന്ന് 2 റേസ് ടു 3. അപ്പോൾ 2 ക്യൂബ് നോക്കിക്കഴിഞ്ഞാൽ 8 ആണ്. 2 × 2 × 2 8 ആണ് അല്ലേ. അപ്പോൾ താഴത്ത് നമുക്ക് എക്സ് മൈനസ് 2 ഇല്ല. എക്സ് മൈനസ് 2 നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് നമുക്കിവിടെ എഴുതാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സ് മൈനസ് 2 നമ്മൾ ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ട് 3/4 എന്നൊരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴത്തും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഫ്രാക്ഷൻ മാറില്ല. കാരണം വെച്ചാൽ 3/4 ഇപ്പോൾ ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 × 2 6 6 ഡിവൈഡഡ് ബൈ 8 അത് 3/4 തന്നെയാണ്. കാരണം ഈ 2/2 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ 3/4 × 1 ചെയ്യണ പോലെയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ട് 8/4 എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ ആൻസർ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 8/4നെ മേളിലും താഴത്തും ഒരേ സാധനം വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ അപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ മേളിൽ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ മേളിൽ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതേ കാര്യം തന്നെ ഞാൻ താഴത്തും ചെയ്താൽ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? 8 ഡിവൈഡഡ് ബൈ 2 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്. അപ്പോൾ 4 ഡിവൈഡ് ബൈ 2 ഇപ്പോൾ ആൻസർ മാറൂല. അതാണ് ഇപ്പം മേളിൽ ചെയ്യണ അതേ കാര്യം തന്നെ താഴത്തും ചെയ്താൽ നമ്മുടെ ഒറിജിനൽ ആൻസർ മാറൂല. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ അതാണ് ഇവിടെ ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ മേളിൽ എന്താ ചെയ്തത്, ഞാൻ മേളിൽ എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5നെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. താഴത്ത് എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മേളിലുണ്ടായിരുന്ന എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5നെയും എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് താഴത്തുള്ള ഉണ്ടായിരുന്ന എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബിനെയും എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സെയിം സാധനം വെച്ച് മേളിലും താഴത്തും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇത് ഫ്രാക്ഷൻ സെയിം ആണ്. നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇനി നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്യണം. ലിമിറ്റ് യു ബൈ വി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് യു ബൈ ലിമിറ്റ് വി എന്നാണ്. വെച്ചാൽ ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണതും ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതും സെയിം ആണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇതെന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5 ബൈ എക്സ് മൈനസ് 2 divided by limit x tends to 2 x cube minus 2 cube by x minus 2 എന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ നമ്മുടെ റിസൾട്ടിൻ്റെ ഫോമിലായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ ഫോമിലായി. ഇപ്പം ഈ മേളിലത്തെ നോക്കും, അത് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഫോമുലയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മേളിൽ എൻ എന്താണ്? മേളിൽ എൻ 5 ആണ്. എ എന്താണ്? 2 ആണ്. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 ഡിവൈഡ് ബൈ താഴത്തും നമ്മുടെ ഈ ഫോമിൽ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ എക്സ് റേസ് ടു എൻ
മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. അപ്പോൾ താഴത്തെ n 3 ആണ്, എ 2 ആണ്, n മൈനസ് 1 3 മൈനസ് 1. ഇതെന്ത് വരും? 5 ഇൻറ്റു 2 റൈസ് ടു 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 4 ഡിവൈഡ് ബൈ താഴത്ത് 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1 2 സ്ക്വയർ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഈ 5 ഇൻറ്റു ഈ 2 റൈസ് ടു 4ഉം 2 റൈസ് ടു 2ഉം നമുക്ക് വെട്ടാൻ പറ്റും. കാരണം വെച്ചാൽ 5 ഇൻറ്റു 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 2 ഇൻറ്റു 2 റൈസ് ടു 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 റൈസ് ടു 2 ആണ്. അപ്പോൾ ഈ രണ്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 അല്ലെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ലിമിറ്റിൻ്റെ പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ 3 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതും സൈൻ തീറ്റ ബൈ തീറ്റ റിസൾട്ട് അപ്ലൈ ചെയ്യണത്, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ റിസൾട്ട് അപ്ലൈ ചെയ്യണതും കണ്ടു. ഓക്കെ, ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലംസും ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാം.